ഹായ് സ്റ്റുഡൻസ്, ക്ലാസ് 8 കണ്ടന്റ് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് നടക്കാറുണ്ട്. നിങ്ങൾ എഴുതുന്നവരുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ടൈം, അതുപോലെ തന്നെ വർക്ക്, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സമയം വൈകിക്കാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ആൻഡ് ബി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 15 days ആൻഡ് ബി അലോൺ ഇൻ 20 days, ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ എ അലോൺ കംപ്ലീറ്റ് ദി വർക്ക്? ഓക്കെ, അപ്പോൾ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് എക്കും ബിക്കും കൂടി ഒരു പീസ് ഓഫ് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 15 days എടുക്കും. ഞാൻ ആ ഒരു ഡാറ്റ എന്ത് ചെയ്യാണ്, ജസ്റ്റ് എഴുതി വെക്കാണ്. എ അതുപോലെ തന്നെ ബി രണ്ട് പേർക്കും കൂടി ഓൾമോസ്റ്റ് 15 day ആണ് അവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ ബി അലോൺ, ബിക്ക് മാത്രമായിട്ട് അവിടെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 20 days ആണ്. അങ്ങനെയാണെങ്കിൽ എക്ക് അലോൺ എടുക്കുന്ന സമയം, എ മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ എടുക്കുന്ന സമയം എത്രയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് അവിടെ ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. എ ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി, എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ രണ്ട് പേരും കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡേ ആണെന്നുള്ളത് നമ്മൾ കാണാം. അപ്പോൾ ഓൾറെഡി രണ്ട് പേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് 15 day കൊണ്ടാണ് വർക്ക് തീരാന്നുള്ള അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 15 ആയിട്ട് കൊടുക്കാം. 15 ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന വ്യക്തി ഓൾമോസ്റ്റ് എത്ര ദിവസം ആ ഒരു വർക്ക് തീർക്കാൻ എടുക്കും എന്നുള്ളതാണ്. ഇത് നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടില്ല, അതാണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. ഞാൻ എ അങ്ങനെ തന്നെ കൊടുക്കുകയാണ്. ബി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്, ഓൾമോസ്റ്റ് 20 ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ഓക്കെ, എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 20 ആണ് വരുന്നത്. അപ്പോൾ എ പ്ലസ് 20 വരും. ഓക്കെ, അതിൻ്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ എത്ര കൊണ്ട് കട്ട് ചെയ്യാം, 5 കൊണ്ട് കട്ട് ചെയ്യാം. ഓൾമോസ്റ്റ് 3 വന്നു. ഇവിടെ 5 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 3 വരും, 4 വരും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഈ എ പ്ലസ് 20 എന്നുള്ളത് ഡിനോമിനേറ്ററിലാണ്, അത് ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാണ്. ദാറ്റ് മീൻസ് 3 ഇൻറ്റു എ പ്ലസ് 20 എന്ന് വരും. 3 ഇൻറ്റു എ പ്ലസ് 20 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എ, 4a ആണ് വരിക. ഓക്കെ, ഇനി 3 ഇൻറ്റു എ എത്രയാണ്, 3a ആണ്. പ്ലസ് 3 ഇൻറ്റു 20 ഓൾമോസ്റ്റ് 60 ആണ്, ഈസ് ഈക്വൽ ടു 4a. അങ്ങനെയാണെങ്കിൽ 60 ഈസ് ഈക്വൽ ടു 4a. ഇവിടെ പ്ലസ് 3 ആണ് ഉണ്ടായിരുന്നത്, അങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് 3a ആവും, മൈനസ് 3a വരും. 4a മൈനസ് 3a ഈസ് ഈക്വൽ ടു a ആണ്, a ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. അപ്പോൾ എക്ക് മാത്രം ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 60 day ആണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ആൻഡ് ബി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 18 days. ഓക്കെ, എക്കും ബിക്കും കൂടി, ഓക്കെ, എയും അതുപോലെ തന്നെ ബിയും രണ്ട് പേർക്കും കൂടി ഒരു വർക്ക് ഓൾമോസ്റ്റ് 18 day കൊണ്ട് തീർക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എ ആൻഡ് സി ടുഗദർ ഇൻ 12 days. എയും അതുപോലെ തന്നെ സിയും രണ്ട് പേർക്കും കൂടി ഓൾമോസ്റ്റ് 12 days കൊണ്ട് തീർക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ബി ആൻഡ് സി ടുഗദർ ഇൻ 9 days. ഓക്കെ, ബിയും അതുപോലെ തന്നെ സിയും അവർക്ക് രണ്ട് പേർക്കും കൂടി 9 days കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വർക്ക് തീർക്കാൻ പറ്റും. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ഡേയ്സ് ആണ്, ഞാൻ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. 18 ആണെങ്കിലും 12 ആണെങ്കിലും അതുപോലെ തന്നെ 9 ആണെങ്കിലും ഒക്കെ തന്നെ നമ്പർ ഓഫ് ഡേയ്സ് ആണ് അവിടെ മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്, ദെൻ ബി അലോൺ ക്യാൻ ഡു ദി വർക്ക് ഇൻ, ബി മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മളിവിടെ എടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് LCM മെത്തേഡാണ്. LCM മെത്തേഡ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് നോക്കുക. 18, 12 അതുപോലെ തന്നെ 9 ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു LCM വാല്യൂ നമ്മൾ കൃത്യമായിട്ട് എടുക്കുകയാണ്. 18, 12 അതുപോലെ തന്നെ 9, ഇതിൻ്റെ LCM എത്രയാണ്, തീർച്ചയായിട്ടും 36 ആണ് അതിൻ്റെ LCM ആയിട്ട് വരിക. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്, ടോട്ടൽ വർക്ക് ഓൾമോസ്റ്റ് 36 യൂണിറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ ആണല്ലോ. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 36 യൂണിറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യാം. നിങ്ങൾ ചിന്തിക്കുക, അവിടെ എയും ബിയും കൂടി 18 ദിവസം കൊണ്ടാണ് വർക്ക് തീർക്കുക. എയും ബിയും കൂടി 18 ദിവസം കൊണ്ട് ആ ഒരു ടോട്ടൽ വർക്ക് തീർക്കും. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, 36 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 day അവർ എത്ര വർക്ക് തീർക്കും, 36 ഡിവൈഡഡ് ബൈ 18, ദാറ്റ് മീൻസ് 2 യൂണിറ്റ്സ് വർക്ക് അവർ ഒരു ദിവസം തീർക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എയും സിയും കൂടി ഒരു ദിവസം എത്ര വർക്ക് തീർക്കും നോക്കുക, 36 ഡിവൈഡ് ബൈ 12, ദാറ്റ് മീൻസ് 3 യൂണിറ്റ്സ് വർക്ക് അവർ തീർക്കും. ഓക്കെ, നെക്സ്റ്റ് ബിയും സിയും കൂടി നോക്കുക, 36 ഡിവൈഡ് ബൈ 9, ദാറ്റ് മീൻസ് 4 യൂണിറ്റ്സ് വർക്ക് എന്ത് ചെയ്യും, അവർ തീർക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എയും ബിയും 2 യൂണിറ്റ് വർക്ക് തീർക്കും, എയും സിയും ഒരു ദിവസം 3 യൂണിറ്റ് വർക്ക് തീർക്കും, അതുപോലെ തന്നെ ബിയും സിയും ഓൾമോസ്റ്റ് 4 യൂണിറ്റ് വർക്ക് തീർക്കും. നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, എ പ്ലസ് ബി പ്ലസ് എ പ്ലസ് സി പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 2 + 3 + 4 എന്ന് എഴുതി കൂടെ. അതായത്
എല്ലാവരും കൂടി എന്താണ് ഒരു ദിവസം തീർക്കുന്ന വർക്കാണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 2A ഉണ്ട്. ദാറ്റ് മീൻസ് 2A പ്ലസ് 2B പ്ലസ് 2C അല്ലേ. 2A ഉണ്ട്, 2B ഉണ്ട്, 2C ഉണ്ട്. ഈസ് ഈക്വൽ ടു 2 + 3 5 ആണ്. 5 + 4 ഓൾമോസ്റ്റ് 9 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ 2നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. 2 × A + B + C ഈസ് ഈക്വൽ ടു 9 വന്നു. അങ്ങനെയാണെങ്കിൽ A + B + C ഈസ് ഈക്വൽ ടു, ഇവിടെ 2 × A + B + C ആയിരുന്നു, അത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും, ഡിവൈഡഡ് ബൈ ആവും. ദാറ്റ് മീൻസ് 9 / 2 വരും. ഓക്കെ, അപ്പോൾ A + B + Cയുടെ വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 9/2 ആണെന്ന് കിട്ടി. നമുക്ക് ഓൾറെഡി കാണാനുള്ളത് ഏതാ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് B ആണ്. B അലോൺ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് എ സി എത്രയാണ് ഒരു ദിവസം ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓൾമോസ്റ്റ് 3 യൂണിറ്റാണ്. അപ്പോൾ A + B + C 9/2 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 4.5 ആണ് ഒരു ദിവസം ചെയ്യുന്നത്. ഓക്കെ, അതിൽ A + C എത്ര ചെയ്യുന്നുണ്ട്, ഓൾമോസ്റ്റ് 3 യൂണിറ്റ്സും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ B ചെയ്യുന്ന യൂണിറ്റ് എത്രയായിരിക്കും, 4.5 - 3 ദാറ്റ് മീൻസ് 1.5 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, അവിടെ നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, B ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 1.5 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ B എടുക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ് ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കുക, നമ്പർ ഓഫ് ഡേയ്സ് ആരെടുക്കുന്നതാണ്, B എടുക്കുന്നതാണ്. ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 36 ആണ്. ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്രയാണ്, 1.5 ആണ്. ഓക്കെ, ഞാൻ രണ്ടിനെയും ഇരട്ടിയാക്കാണ്. ഓക്കെ, 36നെ ഇരട്ടിയാക്കുന്ന സമയത്ത് 72, 1.5നെ ഇരട്ടിയാക്കുന്ന സമയത്ത് ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 ആണ്. ദാറ്റ് മീൻസ് 72 / 3 ദാറ്റ് മീൻസ് നമുക്ക് 24 ആണ് അവിടെ എന്ത് ചെയ്യുക, റൈറ്റ് ആൻസർ വരിക അല്ലേ. 72 / 3 എന്ന് പറയുമ്പോൾ 24 ഡേയ്സ് ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ B ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, LCM മെത്തേഡ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേഷൻ ബേസിൽ നോക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് LCM മെത്തേഡ് എന്താണെന്ന് മനസ്സിലാകുന്നവർക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത്യാവശ്യം ഒരു എബോ ആവറേജ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു തന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A can complete a piece of work in 18 days. അപ്പോൾ എക്ക് എടുക്കുന്ന സമയം അവിടെ കൊടുത്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് 18 ഡേയ്സ് ആണ്. അതുപോലെ തന്നെ B in 20 days, ബിക്കാർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 ഡേയ്സ് ആണ്. അതുപോലെ തന്നെ C in 30 days, സിക്ക് എടുക്കുന്ന സമയം 30 ഡേയ്സ് ആണ്. ഓക്കെ, B and C together start the work and are forced to leave after 2 days. അപ്പോൾ ബിയും സിയും കൂടി ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്, പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വർക്ക് നിർത്താൻ നിർബന്ധിതരാവുകയാണ്. അതായത് അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ അവർ 2 ദിവസം മാത്രമേ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതിനുശേഷം ആ 2 ദിവസത്തിന് ശേഷം എന്ത് ചെയ്യാണ്, എ ഒറ്റക്കാണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റിമൈനിങ് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട്, റിമൈനിങ് വർക്ക് എന്ന് പറയുമ്പോൾ ഓൾറെഡി 2 ദിവസം ബിയും സിയും വർക്ക് ചെയ്തു, ബാക്കിയുള്ള വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് എക്ക് എത്ര ദിവസം എടുക്കുന്നുള്ളതാണ് മെയിനായിട്ട് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും LCM മെത്തേഡിന്റെ സഹായം തന്നെ തേടുകയാണ്. LCM മെത്തേഡ്. ഓക്കെ, 18, 20, 30. ഓക്കെ, നമുക്കറിയാം LCM എന്ന് പറയുന്നത് ഇപ്പോൾ തന്നിരിക്കുന്ന 3 നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ LCM എന്ന് പറയുന്നത് ഏറ്റവും ബിഗർ നമ്പറിന്റെ മൾട്ടിപ്പിൾ ഏതെങ്കിലും ഒന്നും ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഏറ്റവും ബിഗർ നമ്പർ 30 ആണ്. അപ്പോൾ 30 ബാക്കിയുള്ള നമ്പേഴ്സ് പോവോ നോക്കാം, 20 പോവോ, 18 പോവോ, ഇല്ല. 60 നോക്കാം, 60 20 പോവും, പക്ഷെ 18 പോവോ, ഇല്ല. അടുത്ത 90 നോക്കാം, 90 20 പോവോ, ഇല്ല. 18 പോവോ, 18 പോവും, പക്ഷെ 20 പോവില്ല. അങ്ങനെയാണെങ്കിൽ 180 ആയിരിക്കും അവിടെ എന്ത് ചെയ്യുക, LCM ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 180 യൂണിറ്റ്സ് ആണെന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 180 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് ആണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ എ എത്ര യൂണിറ്റ് ഒരു ദിവസം വർക്ക് ചെയ്യും, 180 / 18 ദാറ്റ് മീൻസ് 10 യൂണിറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബി ആണ്, ബി 180 / 20 ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് എത്രയാണ്, 18 / 2 9 യൂണിറ്റ്സ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ 180 / 30 ദാറ്റ് മീൻസ് 0 കട്ടായി 18 / 3 എന്ന് പറയുമ്പോൾ 6 യൂണിറ്റ് വർക്കാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 180 യൂണിറ്റ് ആണ്. എ ഒരു ദിവസം 10 യൂണിറ്റ് വർക്ക് ചെയ്യും, ബി ഒരു ദിവസം 9 യൂണിറ്റ് വർക്ക് ചെയ്യും, സി ഒരു ദിവസം 6 യൂണിറ്റ് വർക്ക്. ഓക്കെ, ഇത്രയും ഡാറ്റ ക്ലിയർ ആണ്. ഇനി പറയുന്നുണ്ട് ബിയും സിയും കൂടി ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ദാറ്റ് മീൻസ് ബിയും സിയും കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 9 + 6 ഓൾമോസ്റ്റ് 15 യൂണിറ്റ് വർക്ക് എന്ത് ചെയ്യും, ഒരു ദിവസം ചെയ്യും. അങ്ങനെ അവർ എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആഫ്റ്റർ 2 days അവർ വർക്ക് നിർത്തുന്നുണ്ട്. ദാറ്റ് മീൻസ് 2 ദിവസമാണ് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 15 × 2 ഓൾമോസ്റ്റ് 30 യൂണിറ്റ് വർക്ക് എന്ത് ചെയ്തു
അവർ ഫിനിഷ് ചെയ്തു. അപ്പോൾ 180 ആണ് നമുക്ക് ടോട്ടൽ വർക്ക് ഉള്ളത്. അതിൽ 30 യൂണിറ്റ് ഫിനിഷ് ചെയ്തു. ഇനി എത്ര ബാക്കിയുള്ളത്? ഇനി 150 ആണ് ബാക്കിയുള്ളത്. 150 ആണ്. ഈ 150 യൂണിറ്റ് ആരാ ചെയ്യേണ്ടത്? യും സിയും പോയി കഴിഞ്ഞു. ഇനി എ ആണ് ചെയ്യേണ്ടത്. എ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് നമ്മൾ ഓൾറെഡി റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 യൂണിറ്റ് ആണ്. അപ്പോൾ 150 ഡിവൈഡ് ബൈ 10 ഓൾമോസ്റ്റ് 15 ഡേയ്സ് എന്ത് ചെയ്യും? എക്ക് ആ ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട്, റിമൈനിങ് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് എക്ക് എടുക്കും. അപ്പോൾ ഓപ്ഷൻ സി 15 ഡേയ്സ് എന്നുള്ളതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 24 men can finish a work in 10 days. അപ്പോൾ 24 മെന്നിന് എന്ത് ചെയ്യാണ്? ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് 10 ഡേയ്സും ആണ്. ഓക്കെ, ദെൻ ഫൈൻഡ് ദി നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദി സെയിം വർക്ക് ബൈ 30 men. ഓക്കെ, ഇവിടെ കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 24 men അല്ലെങ്കിൽ 24 ആളുകൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് 10 ദിവസം വർക്ക് ചെയ്യാണ്. അൾട്ടിമേറ്റ്ലി അവിടെ എത്ര മാൻ ഡേയ്സ് വരുന്നുണ്ട്? അത് 24 × 10 അല്ലേ? 21 men എന്ത് ചെയ്യാണ്? ഓൾമോസ്റ്റ് 10 ദിവസം വർക്ക് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് 240 മാൻ ഡേയ്സ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് 240 മാൻ ഡേയ്സ് നമുക്ക് കൃത്യമായിട്ട് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ മനസ്സിലാക്കാം 30 men എന്ത് ചെയ്യാണ്? എത്രയോ ദിവസം എക്സ് ഡേയ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 240 മാൻ ഡേയ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ 240 മാൻ ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ 30 × x ആണ്. അങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും 240 ഡിവൈഡഡ് ബൈ 30. 0 കട്ടായി 24 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 8 ഡേയ്സ് ആണ് അവിടെ എന്ത് ചെയ്യുക? റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓൾമോസ്റ്റ് 10 ഡേയ്സ് 24 men വർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അൾട്ടിമേറ്റ്ലി 240 men ഡേയ്സ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ആ 240 men ഡേയ്സ് നമുക്ക് തികക്കണമെങ്കിൽ എത്ര ദിവസം 30 men വർക്ക് ചെയ്യേണ്ടി വരും? ഓൾമോസ്റ്റ് 8 ഡേയ്സ് 30 men എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ആൻഡ് ബി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 50 days. എക്കും ബിക്കും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 50 ഡേ കൊണ്ട് ഒരു വർക്ക് തീർക്കാൻ വേണ്ടി പറ്റും. ഇഫ് എ ഈസ് 40% ലെസ് എഫിഷ്യൻറ്റ് ദാൻ ബി. ഓക്കെ, ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ എ അലോൺ കംപ്ലീറ്റ് 60% ഓഫ് ദി വർക്ക്? ഓക്കെ, അപ്പോൾ അവിടെ കൃത്യമായിട്ട് എഫിഷ്യൻസിയുടെയും ടൈമിൻ്റെയും ഒരു റിലേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എ ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി എന്നൊരു ഇക്വേഷൻ എഴുതാൻ പറ്റും. അതെന്താണ് ആക്ച്വലി മീൻ ചെയ്യുന്നത്? എയും ബിയും കൂടി ഒരുമിച്ചൊരു വർക്ക് തീർക്കുകയാണെങ്കിൽ അവരെടുക്കുന്ന സമയത്തെ കുറിച്ച് അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ എക്സ് എന്താ? രണ്ടുപേരും കൂടി എടുക്കുന്ന സമയമാണ്. നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ. എത്രയാണ്? 50 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എയും ബിയും എന്താണെന്നുള്ള എന്തെങ്കിലും ഒരു ധാരണ അവിടെ ഉണ്ടോ? അവിടെ എഫിഷ്യൻസിയെ കുറിച്ച് പറയുന്നുണ്ട് എന്നതൊഴിച്ചാൽ അവിടെ വേറൊരു ഡാറ്റയും നമുക്കില്ല. പക്ഷേ നമുക്ക് എഫിഷ്യൻസിയുടെ ഡാറ്റ തന്നെ എന്താണ്? ധാരാളമാണ്. നമുക്ക് നോക്കാം. നമുക്കറിയാം എഫിഷ്യൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. അതായത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കുറച്ച് സമയം കൊണ്ട് വർക്ക് തീർക്കാൻ പറ്റും. സിമ്പിൾ പരിപാടി. അപ്പോൾ ജസ്റ്റ് നോക്കുക. അവിടെ പറയുന്നുണ്ട് എയുടെയും അതുപോലെ തന്നെ ബിയുടെയും എഫിഷ്യൻസിയുടെ കേസും അതുപോലെ തന്നെ ടൈമിൻ്റെ കേസും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എയുടെയും ബിയുടെയും എഫിഷ്യൻസിയുടെ കേസ് നോക്കാം. എ ഈസ് 40% ലെസ് ദാൻ ബി. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി 100 ആണെങ്കിൽ എയുടെ എഫിഷ്യൻസി 40% ലെസ്സർ ആണെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് 100 - 40 ഓൾമോസ്റ്റ് എത്ര വരും? 60 വരും. ഓക്കെ, റേഷ്യോ എടുക്കുന്ന സമയത്ത് 60ഉം 100ഉം എത്രയാണ് റേഷ്യോ? 3:5 ആണ്. അങ്ങനെയാണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 5:3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എ എടുക്കുന്ന സമയം 5 days ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇവിടെ റേഷ്യോ മാത്രമാണ് 5. ഇപ്പോൾ എ എടുക്കുന്ന സമയം ഞാൻ പറയുകയാണ് ഒരു 5x ആണെന്ന്. കാരണം എക്സിൻ്റെ വാല്യൂ എനിക്കറിയില്ല, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ആണ്. അങ്ങനെയാണെങ്കിൽ ബി എടുക്കുന്ന സമയം എത്രയായിരിക്കും? 3x ആയിരിക്കും. എൻ്റെയും ബിൻ്റെയും പകരം എന്ത് ചെയ്യുക? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എ എന്താണ്? 5x ആണ്. ഇൻറ്റു ബി എന്താണ്? 3x ആണ്. ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. 5x + 3x. 5x + 3x. ഓക്കെ, 50 ഈസ് ഈക്വൽ ടു 15 × x × x അല്ലേ? 5 × 3 15 ആണ്. x × x അതങ്ങനെ തന്നെ ഞാൻ വെച്ചു. ഓക്കെ, 5x + 3x എത്രയാണ്? 8x ആണ്. ഇതിലുള്ള ഒരു എക്സും മുകളിലുള്ള ഒരു എക്സും എന്ത് ചെയ്യും? ജസ്റ്റ് കട്ടായിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ 50 ഈസ് ഈക്വൽ ടു 15x ഡിവൈഡഡ് ബൈ 8. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് റൈറ്റ് സൈഡിലോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു റിലേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം 8 ഇൻറ്റു 50 അല്ലേ, അവിടെ ഡിവൈഡ് ബൈ 8 ആണ്, ലെഫ്റ്റിലോട്ട് വരുമ്പോൾ 50 ഇൻറ്റു 8 എന്നുമായിട്ട് മാറും, ഈസ് ഈക്വൽ ടു 15x. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 8, ഇവിടെ 15 ഇൻറ്റു എക്സ് ആയിരുന്നു, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. ഓക്കെ, 15ൽ എത്ര 5 ഉണ്ട്, ഓൾമോസ്റ്റ് 3 ആണ്. 50ൽ എത്ര 5 ഉണ്ട്, 10 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 10 ഇൻറ്റു 8, 80 ഡിവൈഡഡ് ബൈ 3 ആണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ വരുന്നത്. ഇനി നോക്കാം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, 60% ഓഫ് ദി വർക്ക് തീർക്കാൻ എക്ക് എത്ര ദിവസം വേണം. അപ്പോൾ എക്ക് ആ ടോട്ടൽ വർക്ക് തീർക്കാൻ എത്ര ഡേ വേണം, നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5x ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു എക്സ് നോക്കുക, 5x ഇസ് ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5. ഓക്കെ, ഇനി ഈ ഒരു ടോട്ടൽ വർക്കിൻ്റെ 60% തീർക്കാൻ വേണ്ടി എത്ര ദിവസം എന്ന് കണ്ടാൽ മതി. ഇതിപ്പോൾ ടോട്ടൽ വർക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ്. 60% കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് 60 ഡിവൈഡ് ബൈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 60% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 0നെ കട്ട് ചെയ്തു, താഴ്ന്ന ഒരു 0നെ കട്ട് ചെയ്തു, ഇവിടെ മുകളിൽ നിന്ന് ഒരു 0നെ കട്ട് ചെയ്തു, വീണ്ടും താഴ്ന്ന ഒരു 0നെ കട്ട് ചെയ്തു. ഇനി എന്താ ബാക്കിയുള്ളത്, 8 ഇൻറ്റു 5 40 ആണ്, ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 ഇൻറ്റു 40 ഈക്വൽ ടു 80 ആണ്. നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 5x ഇസ് ഈക്വൽ ടു ഇത് എന്ന് പറയാൻ പറ്റില്ല, കാരണം 5x ഇസ് ഈക്വൽ ടു ഇത് മാത്രമാണ്, അതായത് ഇത് മാത്രമാണ്. ഓക്കെ, 5x ഇസ് ഈക്വൽ ടു 80 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 5 ആണ്. പിന്നെ നമ്മൾ അതിൻ്റെ 60% കൂടി കാണാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും 60 ഡിവൈഡ് ബൈ 100 മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യരുത്, ഇവിടേക്ക് 5xനെ വലിച്ചേക്കരുത്, അതിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 80 എന്ന്. ഓക്കെ, സിമ്പിൾ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 10% ഹയർ ദാൻ ദി കോസ്റ്റ് പ്രൈസ്. ഞാൻ ജസ്റ്റ് എടുക്കുകയാണ്, കോസ്റ്റ് പ്രൈസ് ഒരു 100 ആണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയായിരിക്കും, ഓൾമോസ്റ്റ് ഒരു 110 ആയിരിക്കും. കാരണം 10% ഹയർ എന്നാണ്, കോസ്റ്റ് പ്രൈസിനേക്കാളും 10% ഹയർ ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, എ ഡിസ്കൗണ്ട് ഓഫ് 10% ഈസ് ഗിവൺ ഓൺ ദ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിലാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 110 ആണ് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്, അതിൽ നിന്ന് 10% എന്ത് ചെയ്യാണ്, ഒരു ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. നോക്കുക, 110ന്റെ 10% എത്ര? ഓക്കെ, 110ന്റെ 10%. 10% കാണാൻ വേണ്ടിയിട്ട്, ശതമാനം കാണാൻ വേണ്ടിയിട്ട് എക്സ് ഡിവൈഡ് ബൈ 100 ആണ്. ഇവിടെ 10% ആയതുകൊണ്ട് തന്നെ 10 ഡിവൈഡ് ബൈ 100. ഓക്കെ, ഈ ഒരു 0 കട്ട് ചെയ്തു, ഈ ഒരു 0 കട്ട് ചെയ്തു, ഈ ഒരു 0 കട്ട് ചെയ്തു, ഈ ഒരു 0 കട്ട് ചെയ്തു. അൾട്ടിമേറ്റ്ലി 11 ആണ് അവിടെ 10% വരുന്നത്. അപ്പോൾ 110ൽ നിന്ന് 11 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 99 ആണ് ഇപ്പോഴത്തെ അതിൻ്റെ വില എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ചോദിക്കുന്നത്, ഇൻ ദിസ് കൈൻഡ് ഓഫ് സെയിൽ ദ സെല്ലർ ബിയേഴ്സ്. ഈ ഒരു സെയിലിൽ സെല്ലറിന് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, 100-നാണ് സെല്ലർ വാങ്ങിച്ചത്, അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അദ്ദേഹം വിൽക്കുന്നതോ 99 രൂപക്ക്. ദാറ്റ് മീൻസ് അദ്ദേഹത്തിന് 1% നഷ്ടം വരുന്നുണ്ട് അല്ലേ. 100-ന് അദ്ദേഹം വാങ്ങിച്ച സാധനം അദ്ദേഹം കൊടുക്കുന്നത് 99-നാണ്, 1% നഷ്ടം വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി, എ ലോസ് ഓഫ് 1% എന്നുള്ളതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, എ ബാഗ് മാർക്ക്ഡ് അറ്റ് ₹1600 ഈസ് അവൈലബിൾ അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 45%. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് എമൗണ്ട്? ഓക്കെ, അപ്പോൾ അവിടെ ഒരു ബാഗ് അല്ലെങ്കിൽ ആ ബാഗിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1600 ആണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് 45% ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് ആക്കി കൊടുക്കുന്ന ആ ഒരു പ്രൈസ് എത്രയാണെന്നുള്ളതാണ്. എന്ത് ചെയ്താൽ മതി, സിമ്പിളായിട്ട് 1600-ന്റെ ഡിസ്കൗണ്ട് ആക്കി കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 45% ആണ്. ആ 45% ജസ്റ്റ് കണ്ടാൽ മതി. ഓക്കെ, ഈ 2 zeros കട്ട് ചെയ്തു, മുകളിൽ നിന്ന് 2 zeros കട്ട് ചെയ്തു. 16 ഇൻറ്റു 45 ആയിരിക്കും നമുക്ക് ആൻസർ വരും. ഓക്കെ, അപ്പോൾ അതിന് ഞാനൊന്നും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട്, കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിക്കുകയാണ് 10 ഇൻറ്റു 45 എത്രയാണ്, ഓൾമോസ്റ്റ് 450 ആണ്. ഓക്കെ, ഇനി 6 ഇൻറ്റു 45 ബാക്കിയുണ്ട്. 5 ഇൻറ്റു 45 എത്രയാണ്, ഓൾമോസ്റ്റ് 225 ആണ്. അതിലേക്ക് വീണ്ടും ഒരു 45 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 5 + 5 10 ആണ്, 0 1 വന്നു. 5 6 7 8 12, ബാക്കി 1 വന്നു. ബാക്കി ഇവിടെ 4 + 2 6 ആണ്, 6 + 1 7 ആണ്, 720 ആണ് അവിടെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു എമൗണ്ട്. അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഡിസ്കൗണ്ടിന് ശേഷമുള്ള അതിൻ്റെ പ്രൈസ് അല്ല ചോദിച്ചിട്ടുള്ളത്, മറിച്ച് എത്ര രൂപ നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അതാണ് മെയിനായിട്ട് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഷോപ്പ് കീപ്പർ സെൽസ് 2 articles for ₹1000 ഈച്ച്. അദ്ദേഹം വിൽക്കുന്ന പ്രൈസാണ് ₹1000. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് 2 സൈക്കിളാണെന്ന് വിചാരിച്ചോ. ഒരു സൈക്കിള് 1000-ന് വിറ്റു, രണ്ടാമത്തെ സൈക്കിളും 1000-ന് വിറ്റു. ഓക്കെ, 2 ഡിഫറെൻറ്റ് സൈക്കിളുണ്ട്. ഫസ്റ്റത്തും 1000-ന് വിറ്റു, രണ്ടാമത്തതും 1000-ന് വിറ്റു. ഓക്കെ,
ഫസ്റ്റത്തെ സൈക്കിൾ 1000 വിറ്റ സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം 20% ഗെയിൻ ഉണ്ട്, അതായത് പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ സൈക്കിള് അവിടെ വിറ്റ സമയത്ത് ഒരേ പൈസക്കാണ് വിൽക്കുന്നത്, 1000 രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത്, പക്ഷെ അദ്ദേഹത്തിന് 20% ലോസ് ആണ് അവിടെ വരുന്നത്. അതായത് അവിടെ ഗെയിൻ ചെയ്യുന്ന പ്രൈസും പെർസെൻറ്റേജും അതുപോലെ തന്നെ ലോസ് ചെയ്യുന്ന പെർസെൻറ്റേജും സെയിം ആണ്. അതുപോലെ തന്നെ രണ്ട് കേസിലും സെല്ല് ചെയ്യുന്ന പ്രൈസും സെയിം ആണ്. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ നമ്പർ മാത്രം, വാല്യൂ മാത്രം മാറ്റിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കുക, അവിടെ SP സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അതുപോലെ തന്നെ അവിടെ പ്രോഫിറ്റ് ഓർ ലോസ്, ഒന്ന് പ്രോഫിറ്റ് ആണ് ഒന്ന് ലോസ് ആണ്, പക്ഷെ നമ്പർ 20 ആണ്. പ്രോഫിറ്റിലും 20 ആണ്, ലോസിലും 20 ആണ്. ഓക്കെ, പ്രോഫിറ്റ് ഓർ ലോസ് ആ ഒരു പേഴ്സൻ്റ് എന്താണ്, സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് എപ്പോഴും അൾട്ടിമേറ്റ്ലി ലോസ് ആണ് ഉണ്ടാവുക. ഇവിടെ ചോദിക്കുന്നത് വാട്ട് ഈസ് ഹിസ് ഓവറോൾ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ് എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ലോസ് ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് അതിന് കൺസെപ്ച്വലി നിങ്ങൾക്ക് പോയി നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് നമുക്കത് -x² / 100 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ഈ മൈനസ് ഞാൻ ഉദ്ദേശിക്കുന്നത്? മൈനസ് ഞാൻ അവിടെ കൊടുക്കുന്നത് എനിക്ക് ലോസ് ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ മൈനസ് കൊടുക്കുന്നത്. അൾട്ടിമേറ്റ്ലി എനിക്ക് അവിടെ ലോസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആക്ച്വലി എക്സ് എന്ന് പറയുന്നത് ഇവിടെ എത്ര % ആണ്, ഇവിടെ ഗെയിനും അതുപോലെ തന്നെ ലോസും സെയിം വാല്യൂ ആണല്ലോ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ സെയിം വാല്യൂ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇട്ട് നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 20² എന്ന് പറയുന്നത് 400 ആണ്, / 100, ദാറ്റ് മീൻസ് 4% ലോസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ -x², അത് പിന്നെ എന്ത് ചെയ്യരുത്, പോസിറ്റീവ് ആക്കുക, അങ്ങനെയല്ല. ആ മൈനസ് ഇട്ടിരിക്കുന്നത് അവിടെ നമുക്ക് ആക്ച്വലി ലോസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ, നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരു സിഗ്നിഫിക്കൻസും ആ ഒരു മൈനസിന് അവിടെ കൃത്യമായിട്ടില്ല. ദാറ്റ് മീൻസ് 4% ലോസ് ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇത് നിങ്ങൾക്ക് നോർമൽ രീതിയിൽ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റത്തേതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1000 ആണ്. ഓക്കെ, അവിടെ ഗെയിൻ എന്ന് പറയുന്നത് 20% ആണ്. അപ്പോൾ 20% ഗെയിൻ ആ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അവിടെ CP കാണണം. ഓക്കെ, രണ്ടാമത്തെ കേസിലും അതേപോലെ തന്നെ SP എന്ന് പറയുന്നത് 1000 തന്നെയാണ്. അവിടെയും CP വേറൊരു CP ആണ് വരിക. CP രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം, ഓവറോൾ CPയും ഓവറോൾ SP ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് കേസുകളിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് കേസ് സോൾവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ എക്സാമുകളിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യാണ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ബേസിൽ അത്രയധികം സമയം എടുക്കില്ല. കാരണം നിങ്ങൾക്ക് റൈറ്റ് മെത്തേഡ്സ് അറിയാമെന്നുണ്ടെങ്കിൽ, റൈറ്റ് മെത്തേഡ്സ് അറിയാമെന്നുള്ളതും കൃത്യമായിട്ട് കൺസെപ്ച്വലി നിങ്ങൾ അടിപൊളി ആയിരിക്കണം. അതിനോട് കൂടെ തന്നെ റൈറ്റ് മെത്തേഡ്സിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് മറ്റേ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ഒക്കെ എക്സ്ട്രാ എന്തായാലും എടുക്കും നിങ്ങൾ ഈ ഒരു മെത്തേഡിനേക്കാളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അവിടെ പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രൊഡക്റ്റ് ഹാസ് മാർക്ക്ഡ് എ പ്രൈസ് ഓഫ് 2000. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാർക്കഡ് പ്രൈസ് ആണ്, MP ആണ്, മാർക്കഡ് പ്രൈസ് ആണ് ഓൾമോസ്റ്റ് 2000. എ ഷോപ്പ് കീപ്പർ ഓഫേഴ്സ് 2 സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 10% ആൻഡ് 5%. അപ്പോൾ ഫസ്റ്റ് 10%ഉം പിന്നെ 5%ഉം, അപ്പോൾ അൾട്ടിമേറ്റ്ലി 15% ആണ് ഡിസ്കൗണ്ട് എന്ന് അവിടെ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെയല്ല. ഓക്കെ, വാട്ട് ഈസ് ദ ഫൈനൽ പ്രൈസ് ദ കസ്റ്റമർ പേ? ഓക്കെ, കസ്റ്റമർ പേ ചെയ്യുന്ന ഫൈനൽ പ്രൈസ് എത്രയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നിക്കൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ആദ്യം സക്സസീവ് എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചുള്ള ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ആദ്യം 10% ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, ഇതിൻ്റെ 10% എത്രയാണെന്ന് കാണാം. 10% എത്രയാണ്, 200 ആണ്. അപ്പോൾ 200 ഇതിൽ നിന്ന് ജസ്റ്റ് കുറക്കാം. ദാറ്റ് മീൻസ് 1800 ആണ് ഇപ്പോഴത്തെ പ്രൈസ്. വീണ്ടും ഒരു 5% കൊടുക്കുകയാണ്. ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 150 ആണ്. 5% എന്ന് പറഞ്ഞാൽ എത്ര വരും, 150ൻ്റെ പകുതി, ദാറ്റ് മീൻസ് 90 വരും. അപ്പോൾ ഇതിൽ നിന്ന് ഓൾമോസ്റ്റ് 90 കുറക്കുന്ന സമയത്ത് 1710 ആണ് നമുക്കവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഒന്നിക്കൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ബാക്കി എത്ര ഉണ്ടാവും, 10% പോയി, ബാക്കി എത്ര ഉണ്ടാവും, 90% ഉണ്ടാവും. 90% എന്ന് കാണാൻ വേണ്ടിയിട്ട് 90 / 100 അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ 5% ഡിസ്കൗണ്ട് ആണ് കൊടുത്തത്. ദാറ്റ് മീൻസ് ബാക്കി എത്ര ഉണ്ടാവും, 95% ഉണ്ടാവും. ഡയറക്റ്റ്ലി ഇങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യും, ആൻസർ അവിടെ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡയറക്റ്റ്ലി 2 0 കട്ട് ചെയ്യാം, ഇവിടുന്ന് 2 0 കട്ട് ചെയ്യാം, ഇവിടുന്ന് 1 0 കട്ട് ചെയ്യാം, ബാക്കി ഇവിടെ ഒരു 0 ഉള്ളത് കൊണ്ടാണ് നമ്മൾ 1 0 മാത്രം കട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി എന്താ ഉള്ളത്, 2 × 90 × 95 ആണ് ഉള്ളത്. ഓക്കെ, 95 / 10 ഉണ്ട് കേട്ടോ, / 10 ഉണ്ട്. ഓക്കെ, 10ൽ ഓൾമോസ്റ്റ് എത്ര 5 ഉണ്ട്, 2 ആണ്. 95ൽ എത്ര 5 ഉണ്ട്, 19 ആണ്. ഓക്കെ, 2ഉം 2ഉം എന്ത് ചെയ്യും, ജസ്റ്റ് കട്ടായിട്ട് പോയി.
നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 90 ഇൻറ്റു 19 ആണ്. ഓക്കെ, ജസ്റ്റ് ആലോചിച്ച് നോക്കുക, 90 ഇൻറ്റു 20 എത്ര? 1800 ആണ്. അതിൽ നിന്ന് ഒരു 90 കുറച്ചാൽ പോരെ, ദാറ്റ് മീൻസ് 1710 ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബി തന്നെയാണ് നമുക്കവിടെ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഒറ്റൊരു ലൈനിൽ എഴുതുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അവിടെ കുറേ കട്ട് ചെയ്ത് പോകാൻ വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ കാൽക്കുലേഷൻ എന്ത് ചെയ്യും, ഒന്നുകൂടി ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രെയിൻ ഡിപ്പാർട്സ് ഫ്രം സിറ്റി എ അറ്റ് 23:45. 23:45 എന്ന് പറഞ്ഞാൽ എത്രയാണ് ടൈം? ഓൾമോസ്റ്റ് നൈറ്റിൽ അല്ലേ, 11:45 PM ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓൺ March 1st ആൻഡ് റീച്ചസ് സിറ്റി ബി അറ്റ് 2:20 ഓൺ March 2nd. ഓക്കെ, അപ്പോൾ പുലർച്ചെ 2:20 ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹാൾട്സ് അറ്റ് സിറ്റി ബി ഫോർ 1 hour 50 minutes. അപ്പോൾ സിറ്റി ബിയിൽ എന്ത് ചെയ്യാണ്, 1 hour 15 minutes ഹാൾട്ട് ചെയ്യാണ്, നിർത്തിയിടുകയാണ്. ആൻഡ് ദെൻ ഡിപ്പാർട്സ് ടു സിറ്റി. അതിനുശേഷം എന്ത് ചെയ്യാണ്, സിറ്റി സിയിലോട്ട് ബിയിൽ നിന്ന് എന്ത് ചെയ്യാണ്, അത് ട്രാവൽ ചെയ്യാണ്. ഓക്കെ, ദ ട്രാവൽ ടൈം ഫ്രം സിറ്റി ബി ടു സിറ്റി സി ഈസ് 4 hours 50 minutes. വാട്ട് ഈസ് ദ ടോട്ടൽ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ഡിപ്പാർച്ചർ ഫ്രം സിറ്റി എ ആൻഡ് അറൈവൽ അറ്റ് സിറ്റി? ഓക്കെ, അപ്പോൾ സിറ്റി എ മുതൽ സിറ്റി എന്ന് അവർ പുറപ്പെട്ടു, അത് മുതൽ സിറ്റി സി എത്തുന്ന വരെയുള്ള ആ ഒരു ടൈം ഇൻ്റർവെൽ എത്രയാണെന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം, 23:45 നിന്ന് ആ ഒരു ഡേ ഫില്ലാവാൻ, അതായത് 12 മണി അല്ലെങ്കിൽ 00 ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതായത് പുലർച്ചെ 12 മണി ആവാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? വെറും 15 minutes എടുക്കുള്ളൂ. ആ 15 minutes ഞാൻ ആദ്യം ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിറ്റത്തെ ഡേ ഒരു 2:20 എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് അവരവിടെ എത്തുന്നത്. 2:20 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എത്ര മിനിറ്റാണ്? 2 hour എന്ന് പറയുമ്പോൾ 120 minutes ആണ്. അതിലേക്കൊരു 20 minutes കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 140 minutes ആയി. ഓക്കെ, നെക്സ്റ്റ് ഓൾമോസ്റ്റ് 1 hour 15 minutes അവർ ഹാൾട്ട് ചെയ്യുന്നുണ്ട്. 1 hour 15 minutes എന്ന് പറയുമ്പോൾ 60 + 15 ഓൾമോസ്റ്റ് 75 minutes ആണ്. ഓക്കെ, ആൻഡ് ദെൻ ഡിപ്പാർട്സ് ടു സിറ്റി സി. ദ ട്രാവൽ ടൈം ഫ്രം സിറ്റി ബി ടു സിറ്റി സി ഈസ് 4 hour 50 minutes. 4 hour എന്ന് പറഞ്ഞാൽ 240 minutes ആണ്. പിന്നെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, 50 minutes വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആഡ് ചെയ്യാം. 5 + 5 10 ആണ്. 0 1 ഇവിടെ വന്നു. ഓക്കെ, 1 + 1 2, 2 + 4 6, 6 + 7 13, 13 + 4 17, 17 + 5 ഓൾമോസ്റ്റ് എത്ര 22 ആണ്. അപ്പോൾ 2 ഇവിടെ വന്നു, ബാക്കി 2 ഇവിടെ വന്നു. 22-ൽ ഒരു 2 ഇവിടെ വന്നു, ബാക്കി റിമൈൻഡർ. 2 + 1 3 ആണ്. 3 + 2 5 ആണ്. അപ്പോൾ 520 minutes ആണ്. 520 minutes ആണ് വരുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യാം, ജസ്റ്റ് ഹവറിലോട്ട് മാറ്റണം അല്ലേ. അപ്പോൾ നമുക്ക് 6ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കാം. 60, 120, 180, 240, 300. 300 വരെ 5 ആയി. 360, 420, 480. 480 വരെ 8 hour ആയി. 8 hours. 480 കഴിഞ്ഞു. ഇനി എത്ര മിനിറ്റ് ആണുള്ളത്? 40 minutes ആണുള്ളത്. 40 minutes ആണുള്ളത്. ആ രീതിയിൽ 8 hours 40 minutes. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് കൺസെപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആയി, സെഷൻ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ സെഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും